ഹായ് ഹലോ നമസ്കാരം. ഡെയിലി സ്റ്റോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ വന്നിരുന്നു. അതിൻ്റെ വിശകലന യോഗമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മളോട് ഡെയിലി സ്റ്റോക്സിന് വേണ്ടി സംസാരിക്കുകയാണ്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. സാർ, മുഖ്യമന്ത്രി വന്നു, നമ്മുടെ പ്രളയ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു, ക്യാമ്പിലൊക്കെ വന്നു. എന്താണ് ഓഫറുകളൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒന്ന്. അല്ല, മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ പ്രളയത്തിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ തിരുവനന്തപുരത്തിരുന്ന് ഞാനുമായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടും മറ്റ് ജനപ്രതിനിധിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പം കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്നേരം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഒരു അവലോകനം ജില്ലയിൽ ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രളയബാധിത പ്രദേശമായ കോഴഞ്ചേരി, ആറന്മുളയും റാന്നിയും തിരുവല്ലയിലും അദ്ദേഹം എത്തിയത്. അദ്ദേഹം നേരിട്ട് തന്നെ വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഒരു പ്രളയാനന്തര നാടുണ്ട് നമ്മുടെ നാട്ടിൽ. അത് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ള ഞങ്ങളുടെയൊക്കെ ആശങ്ക. ഈ ക്യാമ്പുകളുടെ കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രിയുടെ കർശനമായ നിർദ്ദേശം, ജില്ലാ ഭരണകൂടത്തിന്റെ ഒന്നിച്ചുള്ള വലിയ സഹകരണം, അങ്ങനെയാണ് ഈ ക്യാമ്പുകൾ മുമ്പോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ ഞങ്ങൾ കളക്ടറുമായി 2 മണിക്കൂർ മീറ്റിംഗിലായിരുന്നു ഇവിടെ. ഈ ക്യാമ്പുകളൊക്കെ സർക്കാരിന്റെ എല്ലാ സംവിധാനത്തോടെയും മുമ്പോട്ട് പോവുകയാണ്. പക്ഷെങ്കിൽ അതിലുപരിയായി തിരുവല്ലയിലെ സന്നദ്ധ സംഘടനകളെയും മറ്റ് ഒട്ടനവധി വ്യക്തികളുടെയും സഹായം ക്യാമ്പുകളിൽ ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. അങ്ങനെ ക്യാമ്പുകൾ ഒരു പരാതിയില്ലാതെ 2018 പോലും ഉള്ള ക്യാമ്പുകൾക്ക് അപ്പുറമായുള്ള ജനങ്ങളാണ് ക്യാമ്പുകളിലേക്ക് വന്നിരിക്കുന്നത്. ഏതാണ്ട് 6000-ഓളം ആളുകളും തിരുവല്ലയിലെ വിവിധ ക്യാമ്പുകളിൽ എത്തിയിരിക്കുന്നു. 100 ക്യാമ്പുകൾ തിരുവല്ലയിൽ തുടങ്ങിയിരിക്കുന്നു. പല ക്യാമ്പുകളും 300-350 അംഗസംഖ്യയായി മാറുന്നു. ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുഖ്യമന്ത്രിയും ജില്ലയുടെ ചാർജുള്ള മന്ത്രി PC വിശ്വനാഥും ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായ ഒരു തടസ്സത്തിന്റെ പേരിൽ ഒരു ക്യാമ്പിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഭക്ഷ്യസാധനങ്ങൾ വാങ്ങുന്ന കാര്യത്തിലാണെങ്കിൽ ശരി, ക്യാമ്പിന്റെ മറ്റ് സൗകര്യങ്ങൾക്കാണെങ്കിൽ ശരി, എല്ലാ കാര്യത്തിലും കേരള ഗവൺമെന്റിന്റെ വലിയ സഹകരണം തിരുവല്ലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു പ്രളയാനന്തര തിരുവല്ല കെട്ടിപ്പടുക്കുന്നതിൽ തീർച്ചയായും ഗവൺമെന്റിന്റെ വലിയ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു പ്രളയബാധിത പ്രദേശമായി അപ്പർ കുട്ടനാടിനെയും തിരുവല്ല മുനിസിപ്പാലിറ്റി പ്രദേശത്തെയും പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ പരമാവധി ആനുകൂല്യം നമ്മുടെ നാട്ടിലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, വികസന പ്രവർത്തനങ്ങൾക്ക് ഇനിയും വേണം. ഇനിയും രണ്ടാമതൊരു റീബിൽഡ് തിരുവല്ലയിലേക്ക് നമുക്ക് വാർത്തെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പർ കുട്ടനാട്ടിലെ റോഡുകളെല്ലാം ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ജനങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിരവധി ബുദ്ധിമുട്ടിന്റെ മധ്യത്തിലാണ് ക്യാമ്പ് കഴിഞ്ഞ് ജനങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അതിനുള്ള ഒരു വലിയ പദ്ധതി ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സമർപ്പിക്കും. തീർച്ചയായും കേരള സർക്കാരിന്റെ ഭാഗത്ത് എല്ലാ സഹായവും തിരുവല്ലയ്ക്ക് ഇതുവരെ ലഭിച്ചു, ഇനിയും കിട്ടും. ഈ നമ്മൾ ആകെ പറഞ്ഞ പദ്ധതികളിൽ ഏറ്റവും പ്രധാനം പറഞ്ഞത് ഒന്ന് ഇതാണ്. പബ്ലിക് സ്റ്റേഡിയം കഴിഞ്ഞ് അതിന് 1 കോടി രൂപ അനുവദിച്ചു. അതിനാവശ്യമായ അധിക തുക ഇറിഗേഷൻ മന്ത്രി മോൻസ് ജോസഫ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും തിരുവല്ലയിലെ മുനിസിപ്പാലിറ്റിയുടേതും പബ്ലിക് സ്റ്റേഡിയത്തിന്റെ വെള്ളപ്പൊക്കത്തിന്റെ പ്രധാന കാരണം തിരുവല്ലയിലെ കോട്ടത്തോട് തോട്, ആ തോടിന് തുടർച്ചയാണ് മുല്ലേലി തോട്. ആ തോടിന് എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടോ ആ ബ്ലോക്ക് മുഴുവൻ നീക്കി ആ തോടിനെ ജനങ്ങളുടെ ജലത്തിന്റെ ഒരു സഞ്ചാരയോഗ്യമാക്കുക. തീർച്ചയായും അത് നമ്മൾ നിറവേറ്റും. ഇത്രയും സമയമില്ലാത്ത സമയത്ത്, ഈ പ്രളയമൊക്കെ ബാധിച്ചിരിക്കുന്ന സമയത്തും ഇത്രയും സമയം ഡെയിലി സ്റ്റോക്സിന് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി.